मिलेगी ऑल टाइम मस्ती और मजे ओनली विद सोनी ये। करो सब्सक्राइब, कमेंट एंड लाइक। ഇത്ര മനോഹരമായിരിക്കുന്നല്ലേ? അടിപൊളി. ഇത് അതിമനോഹരമായ സ്ഥലമാണെന്ന് ഞാൻ പറഞ്ഞല്ലേ. അതിനു വേണ്ടിയാ ഞാൻ പിക്നിക്കിന് വേണ്ടി നിങ്ങൾ ഇവിടെ കൊണ്ടുവന്നത്. കിട്ടി, എനിക്ക് വേണ്ടി ഞാനൊരു പൂ പറിച്ചു തരാവേ. ബോർഡ് വച്ചിരിക്കുന്നത് കണ്ടില്ലേ? പൂ പറിക്കുന്നത് നിരോധിച്ചിരിക്കുക. ഇവിടെയാണെങ്കിൽ വാച്ച്മാനൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് ആരും തന്നെ അറിയാൻ പോകുന്നില്ല. ബോർഡ് വെച്ചിരിക്കുന്നത് കണ്ടില്ലേ? പൂ പറിക്കാൻ നിരോധിച്ചിരിക്കുകയാണ്. ഇത്രയും പൂക്കളില്ലേ? ഒന്ന് പറിച്ചാ എന്താ സംഭവിക്കാൻ പോകുന്നത്? ശിക്ഷ കിട്ടും, വേറൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. സോറി, തെറ്റായി പോയി. ഈ തേനീച്ചയോട് എന്തിനാ സോറി ഒക്കെ പറയാൻ പോകുന്നത്? ഇത് നമുക്ക് എന്ത് ശിക്ഷ നൽകാൻ പോവാ? മാറ, ഞാനും ഒരു പൂ പറിച്ചോട്ടെ. ബീം ബീം അറ്റാക്ക്. ഇത്രയധികം തേനീച്ചകളോ? ഓടിക്കോ! ഇത്രയും പെട്ടെന്ന് കാലെടുത്തോ? ആ തേനീച്ചകൾ നമ്മളെ പിന്തുടർന്ന് വരികയാണ്. കുറച്ചുകൂടി വേഗത്തിൽ പോ. ഇതിൽ കൂടുതൽ വേഗത്തിൽ പോകാൻ പറ്റില്ല. റോഡ് ഒട്ടും തന്നെ കൊള്ളില്ല. എന്നാ വരുന്നതിന് മുമ്പേ റോഡ് ശരിയാക്കി കൂടായിരുന്നോ? അടിച്ചു പൊളിച്ചു തിമിർത്തു, രക്ഷപ്പെട്ടു. രക്ഷപ്പെട്ടു എന്ന് വിചാരിക്കണ്ട, ഞാനുണ്ടല്ലോ. നീ തനിച്ചേ ഉള്ളൂ, നിന്നെ കൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും? എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ കാണിച്ചു തരാം. എടാ, എനിക്ക് കാറിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. നീ ഒന്ന് മാറുന്നുണ്ടോ? എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല. സനി, ഇത്രയും വലിയ പറയ നീ കണ്ടില്ലായിരുന്നോ? എങ്ങനെ കാണാനാ? ബോണറ്റിന്റെ പുറത്ത് ഇത്രയും വലിയ കഴുത കയറിയിരുന്ന എങ്ങനെ കാണാൻ പറ്റും? അല്ല, ഞാൻ പുറകിലല്ലേ ഇരുന്നത്. എന്റെ പൊന്നോ, ഈ ലോകത്തിൽ നീ മാത്രമല്ല കഴുത, മനസ്സിലായല്ലോ. ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും? എന്തെങ്കിലും ചെയ്യാൻ പറ്റും നോക്കട്ടെ. ഈ വണ്ടി കേടായി പോയി. ഇനി നമ്മൾ എന്ത് ചെയ്യും? കൈ കൊണ്ട് തള്ളി നേരെ മെക്കാനിക്കിന്റെ അടുത്തേക്ക് കൊണ്ടുപോകണം. എല്ലാരും വാ, നമുക്കൊന്ന് തള്ളാം. ആയിലേസാ, തള്ളിക്കോ, നന്നായിട്ട് തള്ളിക്കോ. എടാ, നന്നായിട്ട് തള്ള. പിടിച്ചോ. കഴിഞ്ഞടാ. ഈ ബംഗ്ലാവ് ഇവിടെ എങ്ങനെയാ വന്നത്? നമ്മൾ പോകുമ്പോ ഇവിടെ ഇല്ലായിരുന്നല്ലോ. വാവ്,
ആരോ 4-5 മണിക്കൂർ കൊണ്ട് തന്നെ ഒരു ബംഗ്ലാവ് പണിഞ്ഞിരിക്കുക കൊച്ചളിയ. കഴുതി ബംഗ്ലാവ് ഉണ്ടാക്കിയതല്ലടാ, നമ്മള് വഴിതെറ്റി ഇവിടെ വന്നതാണ്. നമ്മൾ എവിടെയാണെന്നൊരു പിടിയില്ലല്ലോ. വഴി തെറ്റിയെന്നാ തോന്നുന്നത്. എല്ലാരും കേട്ടോ, രാത്രി ആയിരിക്കാണ്. കാട്ടുവഴിയിലൂടെ പോകുന്ന അത്ര സുരക്ഷിതമല്ല. എങ്കിൽ പിന്നെ നമ്മൾ ഏത് വഴിയിലൂടെയാ പോവേണ്ടത്? ഒരിടം പോകുന്നില്ല. ഇന്ന് രാത്രി നമുക്ക് എന്തായാലും ഇവിടെ തന്നെ താമസിക്കാം. ശരി, ഈ ബംഗ്ലാവ് ആരുടെയാണ്? ആരുടെതെങ്കിലും ആവട്ടെ, ഏതായാലും ഇന്ന് രാത്രി ഇവിടെ താമസിക്കാം. ആഹാരം ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ ആ ഉണ്ടല്ലോ. ഉണ്ട്, വാ. ഓ, ഈ ബംഗ്ലാവ് കണ്ടിട്ട് എനിക്ക് പേടിയാവുന്നു. എനിക്കെന്തോ ഇത് ശരിയായിട്ട് തോന്നുന്നില്ല. നമുക്ക് എന്തായാലും ഇതിനകത്തേക്ക് പോകണ്ട. ഒന്നാം തന്നെ പേടി തുടരാ നീ. വാടാ. ആരെങ്കിലും ഉണ്ടോ? ആരെങ്കിലും ഉണ്ടോന്ന്? ഇവിടെ ആരെങ്കിലും ഉണ്ടോ? ഹലോ, ആരെങ്കിലും ഉണ്ടോ? ഉണ്ടോന്ന്? ശബ്ദത്തിൽ എക്കോ ഉണ്ടല്ലോ. അതെ ബായ്, എന്റെ വോയിസിൽ എങ്ങനെയാ എക്കോ വന്നത്? കൂടാതെ ചിരിച്ചില്ലല്ലോ. ഓ, ഇവിടെ എന്തോ പ്രശ്നമുണ്ട്. ഓടിക്കോ. 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 ഓട്. സിംഹമാണെന്ന് തോന്നുന്നു. നന്നായിട്ട് നമ്മൾ കുടുങ്ങി. പുറത്ത് സിംഹം, അകത്ത് ഭൂതം. ഭൂതോ? എനിക്ക് ഭൂതത്തെ കാണണം. എനിക്ക് കണ്ടേ മതിയാവൂ. ഭൂതം, ഭൂതം, ഭൂതമേ. എടാ, അങ്ങോട്ട് നോക്ക്. ആ ഭൂതം നമ്മളടുത്തേക്ക് വരികയാണ്. എടാ ഒന്ന് നിക്ക്, ഞാൻ ഹണിയാണ്. ഓടിക്കോ, ഭൂതം വരുന്നുണ്ട്. ഓയ്. ഓടിക്കോ. എടാ ഞാൻ ഹണിയാണ്. ഈ ബംഗ്ലാവ് മുഴുവൻ നോക്കി, ഭൂതം എവിടെയില്ല. നീ പേടിച്ചു പോയതാ? വെറുതെ പേടിച്ചാടാ ഹണി, ഇവിടെ ഒന്നുമില്ല. ഹാ, വല്ലാതെ വിശക്കുന്നുണ്ട്. ചെന്ന് നമുക്ക് എന്തെങ്കിലും കഴിക്കാം. സംശയമുണ്ടോ? ആഹാരങ്ങളൊക്കെ എവിടെ പോയി? ആപ്പിൾ പറക്കുന്നത് ഞാൻ കണ്ടതാ. സംശയമുണ്ടോ? ഇല്ല. ഇവിടെ ഭൂതമുണ്ട്. ഭൂതം ഉണ്ടെങ്കിൽ ഭൂതമല്ലേ പറക്കേണ്ടത്. ആപ്പിൾ എങ്ങനെയാ പറഞ്ഞത്? കഴുതി, ആപ്പിളിനെ ഭൂതം പറപ്പിച്ചതാണ്. അതേടപ്പാ, പില്ലറിന്റെ പുറകെ ഭൂതമുണ്ട്. ഭൂതം. എങ്കിലെനിക്ക് കാണണം. What? വേണ്ട ഹരി, തിരിച്ചു വന്നേക്ക്. ഭൂതം. ഓടിക്കോ. ഓയ്. ഭൂതം ചേട്ടാ, ഭൂതം ചേട്ടാ ഒന്ന് നിൽക്ക. ഓടിക്കോ, ഭൂതം പുറകെ തന്നെ ഉണ്ട്. ഓടിക്കോ. കുടുങ്ങി നമ്മള്. ഒന്ന് നിക്ക്, ഞാൻ നിന്നെ ശരിക്കും ഒന്ന് കണ്ടോട്ടെ. ഒന്ന് നിക്ക്. ഈ ഭൂതം നമ്മുടെ പുറകെ വന്നതാണല്ലോ. ഇപ്പൊ എന്തിനു മുൻപോട്ട് പോകുന്നത്? രക്ഷിക്കണേ, രക്ഷിക്കണേ. സിംഹം എന്നെ ഇപ്പൊ തിന്നും. രക്ഷിക്കണേ. എന്തായത്? പേടിത്തൊണ്ടനായ ഭൂതമോ? കഴുതേ, ഭൂതത്തിനെന്താ പേടിച്ചൂടെ? അതെ, ഞാൻ വല്ലാതെ പേടിച്ചു പോയി. അറിയോ, ഞാൻ എന്നും ഇങ്ങനെയാ പേടിച്ചു പറിക്കുന്നത്. ഭൂതമായിരുന്നു പേടിക്കുന്നെന്നോ? പേടിയുണ്ടെങ്കിൽ ഞങ്ങളെ പേടിപ്പെടുത്താനായി എന്തിനാ ഞങ്ങളുടെ പുറകെ വന്നത്? ഞാൻ നിങ്ങളുടെ പുറകെ ഓടി വന്നതല്ല. ഞാൻ ഈ പൂച്ചയെ കണ്ട് പേടിച്ചോടിയതാണ്. അടിച്ചു പൊളിച്ചു തിമിർത്തു. ഞങ്ങൾ എല്ലാവരും കൂടി പേടിച്ച് വിറച്ചൊരു വഴിയായിരിക്കുക. പേടിക്കണ്ട, ഞാൻ ആരോടും ഒന്നും പറയില്ല. ഞാൻ തന്നെ പേടിച്ച് ഈ ബംഗ്ലാവിനകത്ത് ഒളിച്ചിരിക്കുകയാണ്. നിങ്ങൾ എവിടേക്ക് വന്ന് നിങ്ങൾ തന്നെ പേടിച്ചു. നോക്ക, പേടിക്കണ്ട. നേരം വെളുത്തതും ഞങ്ങളെല്ലാം ഇവിടെ നിന്ന് വെക്കോളാം. പക്ഷെ നമ്മൾ എന്താ കഴിക്കുക? നമ്മുടെ ആഹാരങ്ങളെല്ലാം ഈ ഭൂതം കഴിച്ചല്ലോ.
നിങ്ങൾക്ക് കഴിക്കാനുള്ളത് ഞാൻ ഇപ്പൊ തന്നെ കൊണ്ടുവരാം. ആ, അടിപൊളി ആഹാരം തന്നെയാണ്. അടിച്ചു പൊളിച്ചു തിമിർത്തോ, ഇത്രമാത്രം ആഹാരങ്ങളോ? നിന്റെ ഈ ശക്തി വെച്ച് നിനക്ക് എല്ലാം ചെയ്യാൻ കഴിയുമെങ്കിൽ പിന്നെ എന്തിനാ ഞങ്ങളുടെ ആഹാരം മോഷിച്ചത്? ഭൂതങ്ങളുടെ മാന്ത്രിക ശക്തി കൊണ്ട് ഞങ്ങൾക്ക് ആവശ്യമുള്ളതൊന്നും എടുക്കാൻ പാടില്ല. കോഴിയാണ്, കോഴി പേടിക്കണ്ട. നേരം വെളുത്തിരിക്ക, അതുകൊണ്ടാ കൂവുന്നത്. ശരി വാ, നമുക്ക് വീട്ടിലേക്ക് പോകാം. മാഡം വല്ലാതെ വിഷമിച്ചിരിക്കാവും. എന്നാ എങ്ങനെയാ പോവുക? കാർ വെളിയിൽ കേടായി കിടക്കുകയല്ലേ? അത് ഞാൻ ഇപ്പൊ തന്നെ ശരിയാക്കി തരാം. ദാ കണ്ടോ, നിങ്ങളുടെ കാർ ഞാൻ ശരിയാക്കി കഴിഞ്ഞു. എന്റെ ഭൂതമേ, ഇപ്പൊ കാറിനെ എങ്ങനെയാ പുറത്തേക്ക് കൊണ്ടുപോവുക? ഓടിച്ചോണ്ട്. കഴുതി, കാർ എങ്ങനെ ഈ വാലിലൂടെ പുറത്തു പോകുന്നത്? ഓ, ഐ എം സോറി. നിങ്ങളുടെ കാർ പുറത്തെത്തിയിരിക്കുന്നു. നിങ്ങൾക്കിപ്പോ പോകാം. പക്ഷെ എന്നെ കുറിച്ച് നിങ്ങൾ ആരോടും പറയരുത്. ഒരിക്കലും പറയില്ല. ബൈ.